ഹലോ, നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്നാദ്യം പൊതുജനം കഴുതയല്ല സാർ ഇമ്പാക്റ്റ് ആണ്. ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായ HMTയെ കുറിച്ച് പൊതുജനം കഴുതയല്ല സാർ അടുത്തിടെ വിശദീകരിച്ചിരുന്നു. കറണ്ട് ബിൽ അടയ്ക്കാതെ കുടിശ്ശിക പെരുകിയതോടെ HMTയുടെ ഫ്യൂസ് KSEB ഊരിയതായിരുന്നു ആ വാർത്ത. അങ്ങനെ ബില്ലടയ്ക്കാതെ ഫ്യൂസ് പോയ HMTക്ക് പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം തെളിയുകയാണ്. 30 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക തീർക്കാൻ KSEBക്ക് 5 ഏക്കർ ഭൂമി നൽകാനുള്ള നീക്കം വൈകാതെ നടപ്പാകും. പൊതുജനം കഴുതയല്ല സാറിൽ വന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ചർച്ചകൾ വേഗത്തിലായത്. സ്ഥലം MLA കൂടിയായ വ്യവസായ മന്ത്രി പി രാജീവിന് പ്രശ്നപരിഹാരത്തിൽ നിർണായക പങ്കുണ്ട് എന്നത് പറയാതെ വയ്യ. 2008-2009 കാലഘട്ടത്തിൽ KSEBക്ക് HMT നൽകാനുണ്ടായിരുന്നത് 14 കോടി രൂപയാണ്. ഇതിൽ 8 കോടി രൂപ ഇതിനകം അടച്ചിട്ടുണ്ടെങ്കിലും ബാക്കി 6 കോടി രൂപയ്ക്കൊപ്പം പലിശയും പിഴപലിശയും ഉൾപ്പെടെ 30 കോടി രൂപയാണ് KSEBയിലേക്ക് HMT ഇനി അടക്കാനുള്ളത്. 14 കോടി രൂപ കുടിശ്ശികയുണ്ടായിരുന്നതിൽ 10 കോടി അടച്ചാൽ കണക്കുകൾ തീർക്കാമെന്നായിരുന്നു 2009 KSEBയും HMTയും തമ്മിലെത്തിയ ധാരണ. തുക മുഴുവനായി അടച്ചില്ലെങ്കിൽ 5 ഏക്കർ ഭൂമി KSEBക്ക് വിട്ടു നൽകണമെന്നും ധാരണയുണ്ടായി. കുടിശ്ശിക മുടങ്ങിയതോടെയാണ് KSEB HMTയുടെ ഫ്യൂസ് ഊരിയത്. പിന്നീട് മന്ത്രിതലത്തിൽ നടന്ന അടിയന്തര ചർച്ചകൾക്കൊടുവിലാണ് HMTക്ക് താൽക്കാലികമായെങ്കിലും മുഖം രക്ഷിക്കാൻ സാധിച്ചത്. ഒരു കാലത്ത് തല ഉയർത്തിയിരുന്ന പൊതുമേഖലാ സ്ഥാപനം നാണക്കേടിലേക്ക് പോയ നടപടിയായിരുന്നു അത്. HMTയുടെ കൈവശമുള്ള 5 ഏക്കർ ഭൂമി KSEBക്ക് നൽകുന്നത് സംബന്ധിച്ചുള്ള മുൻധാരണ നടപ്പാക്കാൻ കഴിയുമെന്നാണ് മാനേജ്മെന്റ് നിലവിൽ സ്വീകരിച്ച നിലപാട്. സർക്കാർ തലത്തിലുള്ള ചർച്ചകളും ഇതോടെ വേഗത്തിലായി. കുടിശ്ശികയുണ്ടായിരുന്നു, അതിൽ 30 ലക്ഷം അടച്ചു. അപ്പോൾ ബാക്കിയുള്ളത് തരാൻ വേണ്ടി ഒരു പ്രപ്പോസൽ പറഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഇന്ന് അവരൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. അത് KSEBയുടെ ഒരു ചർച്ച കഴിഞ്ഞിട്ടില്ല. അത് ചർച്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ദോഷവും ഗുണമൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ടേ ഒരു തീരുമാനമെടുക്കും. ചർച്ചകൾക്കും തുടർ നടപടിക്കും ഫലമുണ്ടായാൽ KSEBയും HMTയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായുള്ള HMT കടുത്ത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ പ്രതിസന്ധികൾക്കിടയിൽ KSEB പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ കൂടി ഏറ്റെടുത്തു പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് HMT മുൻപ് നൽകിയിട്ടുള്ള വാഗ്ദാനം നിറവേറ്റുന്ന തരത്തിലുള്ള തീരുമാനത്തിലോട്ട് HMT ചെയർമാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സ്ഥലം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ ഭൂമി വിട്ടു നൽകാനുള്ള നീക്കം വിജയിച്ചാൽ താൽക്കാലിക പ്രതിസന്ധിയിൽ നിന്ന് HMTക്ക് കരകയറാം. KSEBയുമായുള്ള കരാർ സംബന്ധിച്ച് HMTയിലെ കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടന ദുരൂഹത സംശയിക്കുന്നുണ്ട്. വൻതുക കുടിശ്ശിക നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് മറ്റെല്ലാ മാസങ്ങളിലും വൈദ്യുതി ബില്ലടക്കാൻ സാധിച്ചതെന്ന സാധാരണ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മറുപടി പക്ഷേ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് ഭൂമി KSEBക്ക് നൽകാനുള്ള സമവായ ചർച്ചകൾ തകൃതിയായി നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. വീണ്ടും ഒരു നല്ല വാർത്തയിലേക്കാണ്. മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോയ കുണ്ടൂച്ചി പാലം കുറച്ചുനാൾ മുമ്പ് വരെ കാസർഗോഡ് ബേഡെടുക്കക്കാർക്ക് പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഇന്നവിടം മനോഹരമായ കാഴ്ചയാണ്. കാർഷിക ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് പാലത്തിനു പകരം ഒരു തടയണ പണിതു. സ്ഥലത്ത് തടയണ നിറഞ്ഞതോടെ ഒരു കിടിലൻ സ്പോട്ടായി മാറി കുണ്ടൂച്ചി. സ്വിമ്മിംഗ് പൂളിനെ വെല്ലുന്ന കുണ്ടൂച്ചി തടയണയിൽ ചാടി തിമിർക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഏതോ വലിയ റിസോർട്ടിലെ മനോഹരമായ സ്വിമ്മിംഗ് പൂളാണെന്നേ തോന്നും. നീല നിറമൊക്കെയുള്ള ശുദ്ധമായ വെള്ളമാണ്. ആര് കണ്ടാലും ഒന്ന് കുളിച്ചു കയറാൻ തോന്നും. പക്ഷേ ഇതിൻ്റെ കഥ അങ്ങനെയല്ല. കാസർഗോഡ് ജില്ലയിലെ ബേഡെടുക്ക പഞ്ചായത്തിൽ കുണ്ടൂച്ചിയിലാണ് ഈ മനോഹരമായ തടയണ. കുണ്ടൂച്ചി ചെർക്കാൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം 4 വർഷം മുൻപുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയിരുന്നു. പാലത്തോടൊപ്പം കാർഷികാവശ്യങ്ങളും പരിഗണിച്ച് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ച് ചെറുകിട ജലസേചന വകുപ്പ് കുണ്ടൂച്ചി VCB കം ബ്രിഡ്ജ് നിർമ്മിച്ചു.
തടയണയിൽ വെള്ളം സംഭരിച്ചതോടെ പിന്നീടത് മനോഹര കാഴ്ചയായി മാറി. നീന്തൽ പരിശീലനത്തിന് വേണ്ടി ക്ലബിൻ്റെ വക ചെയ്യുന്നുണ്ട്. കുട്ടികളിപ്പോൾ അധികം ആളും ഞങ്ങളെ പ്രായത്തിലേക്ക് നീന്താൻ അറിയും, ഈ ചെറിയ പ്രായത്തിലേക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദിവസം നോക്കുന്നത്. സാധാരണ റിസോർട്ടുകളിലെ സ്വിമ്മിംഗ് പൂളിനടിയിൽ നീലനിറം നൽകുമെങ്കിൽ ഇവിടെ പ്രകൃതി തന്നെ വെള്ളത്തിന് നീലനിറം നൽകി. വെള്ളം വൈറലായതോടെ തടയണ കാണാനും വെള്ളത്തിൽ കുളിക്കാനുമായുള്ള മത്സരമാണിപ്പോൾ. ഇതിങ്ങനെ ആയതന്നെ ഈ കുഞ്ഞോളെ ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് നിൽക്കണം. നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പാലം പൊളിഞ്ഞിട്ട് പോയിട്ട് മറ്റേ പാലമെല്ലാം ഇട്ടിട്ടായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാലം വന്നു, ഇവിടെ അണക്കെട്ട് വന്നു, നല്ല സന്തോഷമുണ്ട്. ഡാമും ബ്രിഡ്ജും പാസ്സായതിനു ശേഷമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഇതുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റിയത്. കുറേ കുട്ടികൾ സ്കൂളിലേക്ക് ഡെയിലി പോകുന്നുണ്ട്. പിന്നെ ഇപ്പം ഇതായാലും നമുക്ക് ജലസേചനത്തിനും എല്ലാത്തിനും നല്ലൊരു ഉപകാരമാണ്. കുണ്ടുച്ചി, പായങ്ങാട് ഭാഗങ്ങളിലുള്ള തെങ്ങ്, കവുങ്ങ് കർഷകർക്കും തടയണ പ്രയോജനമാകുന്നുണ്ട്. കുണ്ടൂച്ചി തടയണ വൈറലായതോടുകൂടി ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കുട്ടികളുമായി കുടുംബത്തോടൊപ്പം എത്തുന്നവർ വിനോദത്തോടൊപ്പം ചെറിയ ജാഗ്രത കൂടി പാലിക്കണം. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത HMTയുമായി ബന്ധപ്പെട്ട ആ വാർത്തയോട് നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. മോഹനൻ പിലാത്തറ പറയുന്നു, നമ്മുടെ മലയാളിക്ക് സമയനിർണയം നൽകിയിരുന്ന HMT വാച്ച് ഒരു അഭിമാനം തന്നെയായിരുന്നു. ഇനി ഒരു നാൾ തിരിച്ചു വരുമോ? സമയത്തിൽ ഏറ്റവും കൃത്യനിഷ്ഠത പാലിച്ച കമ്പനിയാണ് HMT എന്ന് പറയുന്നുണ്ട്. അലി അക്ബർ പറയുന്നു, കേരളത്തിലെ ഗാന്ധിയന്മാരിൽ അധികവും ഉപയോഗിച്ചിരുന്നത് HMT വാച്ചുകളാണ് എന്ന കാര്യം. ഹസീന ഷാജി ചോദിക്കുന്നു, കോടികൾക്കൊന്നും ഒരു വിലയുമില്ല, ഇത്രയും കുടിശ്ശിക എങ്ങനെ ഉണ്ടായി കാണും എന്ന്. സാധാരണക്കാരുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം വൈകിയാൽ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും എന്ന കാര്യവും പറയുന്നുണ്ട്. ആൽഫ 9020 K10 7ാം ക്ലാസ്സിലൊരു HMT വാച്ച് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യമാണ് പറയാനുള്ളത്. ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യമെങ്കിലും ഒരു പരാമർശങ്ങളുമില്ലാതെ നല്ലൊരു കാര്യം ചെയ്തു എന്നത്. അത് അല്പം മുമ്പുള്ള ആ തടയണയുമായി ബന്ധപ്പെട്ട വാർത്തയെക്കുറിച്ചുള്ള പ്രതികരണമാണെന്ന് തോന്നുന്നു. ഏതായാലും ഇങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകൾ, 24ൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ, യൂട്യൂബിൽ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നടത്തുന്നത്. അടുത്തത്, വൃത്തിയുള്ള പൊതു ശൗചാലയങ്ങളില്ലാത്തതിൻ്റെ കഷ്ടപ്പാട് പുരുഷന്മാരെക്കാൾ അധികം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അതിനൊരു പരിഹാരമായിട്ടാണ് കോട്ടയം നഗരത്തിൽ വനിതകൾക്കൊരു കൂട്ടുകാരി എന്ന ശൗചാലയ പദ്ധതി അവതരിപ്പിച്ചത്. പക്ഷേ ഇവയ്ക്ക് പൂട്ടുവീണിട്ട് മാസങ്ങളായി. വെള്ളമില്ലാത്തതിനാൽ അടച്ചുപൂട്ടിയ ശൗചാലയങ്ങൾ തുറക്കാൻ നടപടിയൊന്നുമില്ല. നാഗമ്പടത്തെ വനിതാ വിശ്രമ കേന്ദ്രത്തിൻ്റെ അവസ്ഥ അതിലേറെ കഷ്ടമാണ്. മധ്യ കേരളത്തിലെ പ്രധാന നഗരം, കോട്ടയത്തിൻ്റെ ഹൃദയം, അതാണ് തിരുനക്കര. ഇവിടെ ദിനംപ്രതി വന്നു പോകുന്നത് ആയിരക്കണക്കിന് സ്ത്രീകളാണ്. ഇത് കണക്കിലെടുത്താണ് കോട്ടയം നഗരസഭ സ്ത്രീ സൗഹൃദ ശൗചാലയങ്ങൾ 2 നിർമ്മിച്ചത്. തിരുനക്കര മൈതാനത്തിനും പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്തുമായിരുന്നു ഇവ നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചുനാൾ കുഴപ്പമില്ലാതെ പ്രവർത്തിച്ചു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇവ രണ്ടും അടച്ചുപൂട്ടി. ഇതോടെ നഗരത്തിലെത്തുന്ന സ്ത്രീകളും കുട്ടികളും വലിയ ബുദ്ധിമുട്ടിലായി. ശരിക്കും ആശ്രയം തന്നെയായിരുന്നു. അത് കുറച്ച് നാളല്ലേ അത് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ ടൗണിൽ വരുവാണ്. ഇന്ന് തന്നെ ഞാൻ എൻ്റെ കൊച്ചിനെയായിട്ട് ഇവിടെ ഒരു പരിപാടിക്ക് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ വെളിയിലിറങ്ങിയാൽ നമ്മൾ ഹോട്ടലിൽ നല്ല ഹോട്ടലിൽ കാശ് കൊടുത്ത് കയറി നമ്മൾ ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, പൊതു ശൗചാലയം ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അടുക്കളോട്ട് അടുക്കാൻ മേല, അത് വേറൊരു കാര്യം. നാഗമ്പടത്തും സമാനമായ രീതിയിൽ ശൗചാലയമുണ്ട്. ഇത് സ്വകാര്യ വ്യക്തിയാണ് നടത്തുന്നത്. ആവശ്യമായ വെള്ളം ലഭിക്കാനുള്ള ബുദ്ധിമുട്ടാണ്
പദ്ധതിക്ക് തിരിച്ചടിയായതെന്നാണ് പുതിയ നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവർ പറയുന്നത്. എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ച് ശൗചാലയങ്ങൾ തുറന്നു നൽകുമെന്നും ചെയർമാൻ സന്തോഷ് കുമാർ അറിയിച്ചു. അതേസമയം നാഗമ്പടത്തെ വനിതകളുടെ വിശ്രമ കേന്ദ്രവും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇത് തുറക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിലോ തറക്കല്ലിടുന്നതിലോ ഉദ്ഘാടനം ചെയ്യുന്നതിലോ ഒന്നുമല്ല കാര്യം. അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ എങ്ങനെ നടപ്പാക്കുന്നു എന്നത് തന്നെയാണ് ചർച്ചയാകേണ്ടത്. കോട്ടയത്ത് നിന്ന് ഷിബു കണിയാങ്കുളത്തിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ടോബി പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. ഇത്തരം പദ്ധതികൾ, ഇത്തരം കെട്ടിടങ്ങളൊക്കെ ഉദ്ഘാടന മഹാമഹം നടത്തുക, നേതാക്കൾക്ക് അവരുടെ പേരുകൾ ഈ ശിലാഫലകങ്ങളിൽ എഴുതി വയ്ക്കുന്നതിനുള്ള അവസരം നൽകുക, ഉദ്ഘാടനമാകുമ്പോൾ 4 ആൾ അറിയുക, 4 ആളെ കൂട്ടി ആ പരിപാടി നടത്തുക, ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി നേതാക്കൾ അവിടുന്ന് പൊടി തട്ടിപ്പോവുക. പക്ഷെ പിന്നീട് ഇത്തരം കെട്ടിടങ്ങളുടെ അവസ്ഥ ഇതാണ്. നാട്ടുകാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത, ഇതിപ്പോൾ സ്ത്രീകൾക്ക് പ്രയോജനകരമാകും എന്ന് കരുതി നിർമ്മിച്ചവയാണ്. പക്ഷേ അവർക്കാർക്കും ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ സർക്കാർ പണം ചെലവഴിച്ച്, നികുതിദായകൻ്റെ പണം ചെലവഴിച്ച് ഇങ്ങനെ കോട്ടയം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെറുതെ കിടക്കുകയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ പുതിയ നഗരസഭാ ഭരണസമിതിയെങ്കിലും ശ്രമം നടത്തും എന്ന് നമുക്ക് ആശിക്കാം. അടുത്തത് പണിതിട്ടും പണി തീരാതെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു അങ്കണവാടിയെക്കുറിച്ചാണ്. പത്തനംതിട്ട നാരകത്താണിയിലെ അങ്കണവാടി കെട്ടിടമാണിത്. 7 വർഷം കൊണ്ട് 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചെങ്കിലും കെട്ടിടം പൂർത്തിയായിട്ടില്ല. പാതി പണിതിട്ട കെട്ടിടം ഇപ്പോൾ കാടുകയറി ഇഴജന്തുക്കളുടെ സ്വൈരവിഹാര കേന്ദ്രമാണ്. കെട്ടിടം പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനന്തമായി പണി നീണ്ടുപോയ കെട്ടിടം ഇന്ന് അനാഥം. കഴിഞ്ഞ 7 വർഷത്തിനിടെ മാറി മാറി വന്ന ജനപ്രതിനിധികളാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ അങ്കണവാടിയുടെ പ്രവർത്തനം മറ്റൊരു താൽക്കാലിക വാടക കെട്ടിടത്തിൽ. 2017-18 കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിന്ന് 8 ലക്ഷവും ICDS ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപയും ചെലവഴിച്ചായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി. എന്നാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും വലിയ തുക ചെലവഴിച്ചിട്ടും കെട്ടിട നിർമ്മാണം മാത്രം പൂർത്തിയായില്ല. കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും ഓടിക്കളിക്കാനുള്ള സൗകര്യങ്ങൾ, ബാത്റൂം ഇല്ല. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കുണ്ട്. പഞ്ചായത്തും ബ്ലോക്കും ഒക്കെ ഇടപെട്ട് അതിന് കല്ലും തറക്കല്ലിട്ടു. അംഗൻവാടി പണിത് അത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. തുടർന്ന് അതിൻ്റെ കുറച്ച് പണികളോട് ചെയ്തെടുക്കാനുണ്ട്. അതിന് മതിൽക്കെട്ട്, പിന്നെ ചുറ്റുമതിൽ, കരണ്ട്, ഗേറ്റ്, ഇത്രയും കൂടെ അങ്ങ് ചെയ്ത് കിട്ടാനുണ്ട്. പടുതോട് എഴുമറ്റൂർ ഭാഗത്ത് പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിന്റെ ഘടന 3 നിലകളായിട്ടാണ്. റോഡ് നിരപ്പിൽ അങ്കണവാടി, 1-ാം നിലയിൽ വാർഡ് തല കുടുംബശ്രീ ഓഫീസ്, ഗ്രാമകേന്ദ്രം, റോഡ് നിരപ്പിൽ താഴെയുള്ള ഭാഗത്ത് ഹാൾ. ഈ രീതിയിലായിരുന്നു കെട്ടിടത്തിന്റെ വിഭാവനം. 15 ലക്ഷം രൂപയ്ക്ക് ഇത്രയും പണി പൂർത്തിയാകില്ല എന്ന് കണ്ട് 2022-23 വർഷം പഞ്ചായത്ത് പദ്ധതിയിൽ 10 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിരുന്നു. ഇതോടെ നിലച്ചിരുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് അല്പം ജീവൻ വെച്ചു. ഭിത്തിയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പണികൾ ഇനിയും അവശേഷിക്കുകയാണ്. എത്രയും വേഗം അങ്കണവാടിയുടെ പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിലെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അകത്തെ പണികളെല്ലാം കഴിഞ്ഞു, ടൈല് എല്ലാം വർക്കുകൾ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചുറ്റുമതിലും കിട്ടണം, പിന്നെ കരണ്ടും. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കാം. 26 വർഷമായി വാടക കെട്ടിടത്തിലാണ് നാരകത്താണിയിലെ 7-ാം വാർഡിലുള്ള അങ്കണവാടിയുടെ പ്രവർത്തനം. 40 കുട്ടികൾ വരെ ഉണ്ടായിരുന്ന അങ്കണവാടിയിൽ ഇപ്പോഴുള്ളത് 9 കുട്ടികൾ മാത്രം. വാടക കെട്ടിടത്തിന് സ്ഥലപരിമിതിയും കാലപ്പഴക്കവുമുണ്ട്. പുതിയ കെട്ടിടം അപ്പുറത്ത് പണി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് കുറച്ചെന്തോ കാര്യങ്ങളും കൂടെ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഓടിക്കളിക്കാനും അംഗൻവാടിയിലൊക്കെ വന്നിരിക്കാനും ഒക്കെ നല്ലതായിരിക്കും. കുട്ടികൾ കളിച്ചും ചിരിച്ചും പഠിച്ചും വളരേണ്ട അംഗനവാടി കെട്ടിടമാണ് ഇന്ന് ഈ നിലയിൽ നശിച്ചു കിടക്കുന്നത്. അധികൃതർ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അവഗണന ഉണ്ടാകാൻ പാടില്ല. ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. അഭിലാഷിനും ശ്രീലാലിനുമൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ പൊതുജനം കഴുതയല്ല സാർ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളോട് പ്രതികരിക്കുന്നുണ്ട്. ദിലീപ് കുമാർ പറയുന്നു, റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോട്ടയത്ത്
ബാത്റൂം ഉദ്ഘാടനം ചെയ്ത ആളുടെ പേര് കൂടി പറയുക എന്ന് രവികുമാർ പറയുന്നുണ്ട്. എന്തിനാണ് സർക്കാർ ഇതുപോലെ വലിയ തുകകൾ മുടക്കി കെട്ടിടങ്ങൾ പണിയുന്നത്? കമ്മീഷൻ വാങ്ങാനാണോ എന്ന കാര്യം ചോദിക്കുന്നു. വനിതാ PR പറയുന്നു, കാശിഷ്ടം പോലെ മുടക്കും, ഒന്നും എവിടെയും എത്തില്ല, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന്. ഇങ്ങനെ ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത ആ അങ്കനവാടി കെട്ടിടം 7 വർഷമായി ആ അങ്കനവാടി പണി തുടങ്ങിയിട്ട് 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു. പക്ഷേ ആ കെട്ടിടം ഇനിയും പൂർത്തിയായിട്ടില്ല. നിരവധി പ്രേക്ഷകർ പൊതുജനം കഴുത LSRൽ വരുന്ന വാർത്തകളോട് പ്രതികരിക്കുന്നുണ്ട്. അധികാരികളാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇനി അന്തിമമായി പ്രതികരിക്കേണ്ടത്. ഈ വിഷയങ്ങളിലൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതും അത് പണികളൊക്കെ തീർപ്പാക്കേണ്ടതും അധികാരികളാണ്. അവർ ഏതായാലും ഈ ജനകീയ രോഷവും അതുപോലെ ജനങ്ങളുടെ ആവശ്യവും കണക്കിലെടുത്ത് അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കട്ടെ. പൊതുജനം കഴുത LSR തിരിച്ചു വരും ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം. പൊതുജനം കഴുത LSR തുടരുന്നു. കുട്ടൻ TS ചോദിക്കുന്നു, ഈ പരിപാടിയിൽ വിമർശനമല്ലാതെ നല്ലൊരു കാര്യം പറയുന്നില്ലല്ലോ എന്ന്. ഈ പരിപാടിയുടെ പേര് തന്നെ പൊതുജനം കഴുത LSR എന്നാണ്. ജനങ്ങളെ കഴുതകളാക്കാൻ നോക്കുന്നവരോടാണ് പൊതുജനത്തിന് പറയാനുള്ളത് പൊതുജനം കഴുത LSR എന്ന്. അങ്ങനെ അവരെ കഴുതകളാക്കാൻ ശ്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ, ഈ നിലയിലുള്ള നിരവധി കെട്ടിടങ്ങൾ നിർമ്മിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമില്ലാതെ കിടക്കുന്നു. വെള്ളാനകളുടെ കേന്ദ്രമായി പല ഓഫീസുകളും മാറുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ് പൊതുജനം കഴുത LSR എന്ന് ജനങ്ങൾക്ക് പറയാൻ തോന്നുക. അവർ അധികാരികളോട് പറയേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് നേരിട്ട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഇത്തരം വാർത്തകളിലൂടെ അധികാരികളിലേക്ക് എത്തും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ നിലയിലുള്ള പല ഉദാസീനതകളും അതോടൊപ്പം തന്നെ അവഗണനകളും ഇതൊക്കെ പൊതുജനം കഴുത LSRലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. അതിന് ചില കാര്യങ്ങളിലെങ്കിലും പരിഹാരമുണ്ടാകുന്നുണ്ട്. ഇന്ന് തന്നെ പ്രേക്ഷകർ തുടക്കത്തിൽ കണ്ട HMTയുടെ ഫ്യൂസ് ഊരിയ വൈദ്യുതി KSEBയുമായി ബന്ധപ്പെട്ട ആ വാർത്തയിൽ അതിനിപ്പോൾ ഒരു പരിഹാരം എന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ HMTയുടെ ഭൂമി KSEBക്ക് കൈമാറുന്ന നിലയിലായിരിക്കും ആ ഒത്തുതീർപ്പ് എന്ന സൂചനയാണ് വരുന്നത്. ആ വാർത്ത പ്രേക്ഷകർ കണ്ടതാണ്. അതിനുശേഷം ഈ പൊതുജനം കഴുത LSRൽ അതിങ്ങനെ മോശമല്ലാത്ത ഒരു വാർത്ത കൂടി വന്നു. അധികാരികൾ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ കൂടി ഇതിൽ പറയാറുണ്ട്. അതാണ് കാസർകോട്ടെ ആ തടയണയുടെ കാര്യം. എന്നാൽ മറ്റു വാർത്തകളെല്ലാം അത് കോട്ടയത്ത് നിരവധി കെട്ടിടങ്ങൾ ശൗചാലയങ്ങൾ എന്ന പേരിൽ നിർമ്മിച്ച് അവ പൂട്ടിയിട്ടിരിക്കുന്ന കാര്യം, അങ്കനവാടി 7 വർഷമായിട്ടും ആ അങ്കനവാടി ഇനിയും പൂർത്തിയാകാത്ത കാര്യം, അങ്ങനെ നിരവധി ഇത്തരത്തിലുള്ള അവഗണനകളുടെയും അതോടൊപ്പം തന്നെ അധികാരികൾ തിരിഞ്ഞു നോക്കാത്ത സംഭവങ്ങളുമൊക്കെ പൊതുജനം കഴുത LSRലൂടെ പ്രേക്ഷകർക്ക് കാണാം. അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് അധികൃതർ തന്നെയാണ്, ഭരണാധികാരികളാണ്. ആ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ മുതൽ സംസ്ഥാന ഭരണകൂടത്തിനും കേന്ദ്ര സർക്കാരിനുമൊക്കെ വലിയ പങ്ക് വഹിക്കേണ്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് പൊതുജനം കഴുത LSR പറഞ്ഞുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡിൽ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയാണ്. ആർക്കും തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ നിർണായകമാണ് വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പ് ഫലം. അരയും തലയും മുറുക്കിയുള്ള ശക്തമായ പോരാട്ടത്തിലാണ് 3 മുന്നണികളും. സ്വതന്ത്രനായി പത്രിക നൽകിയ ജസ്റ്റിൻ ഫ്രാൻസിസിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നത്. അതുകൊണ്ട് പൊതുജനം കഴുത LSR ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസിന്റെ അപകട മരണത്തെ തുടർന്നാണ് വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. പൊന്നും വിലയാണ് വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകം. ഒന്നും രണ്ടുമല്ല 9 സ്ഥാനാർത്ഥിമാരാണ് വിഴിഞ്ഞം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. തിരുവനന്തപുരം നഗരസഭ വിഴിഞ്ഞം വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ BJPക്ക് വേണം 1 സീറ്റ്. വിഴിഞ്ഞം വിജയിച്ചാൽ BJPക്ക് അത് ചരിത്ര നേട്ടമാകും. UDFനാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കാം. വലിയ പരാജയം ഏറ്റുവാങ്ങിയ LDFന് വിജയം നേടാനായാൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി വലിയ ആശ്വാസം നൽകും. നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 100 വാർഡുകളിൽ 50 BJPയും 29 സീറ്റ് LDFനും 19 സീറ്റ് UDFുമാണ് നേടിയത്. ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ BJPയും
പിന്നീട് കോർപ്പറേഷനായി മാറിയപ്പോൾ UDFും LDFും ഒരുപോലെ വിജയിച്ച് കയറിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് വിമതശല്യം രൂക്ഷമാണ്. 18 അടവ് പയറ്റിയിട്ടും മാറ്റി നിർത്താൻ ഒരു മുന്നണികൾക്കും ആയിട്ടില്ല. N. ഔഷാദാണ് LDF സ്ഥാനാർത്ഥി. മുൻ കൗൺസിലർ കൂടിയായ NA റഷീദ് വിമതനായുണ്ട്. 9.5 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും വിഴിഞ്ഞം വാർഡിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം. വിഴിഞ്ഞത്ത് വിജയിച്ചു കയറാൻ കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പിന്തുണയില്ലാതെ BJPക്ക് തിരുവനന്തപുരം നഗരസഭയിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാം. നഗരസഭ ആയതിനുശേഷം വിഴിഞ്ഞത്ത് BJP ഇതുവരെ വിജയിച്ചിട്ടില്ല. ജയസാധ്യത കുറവാണെന്ന പാർട്ടി കണക്ക് കൂട്ടുമ്പോഴും നഗരസഭയിലെ അനുകൂല സാഹചര്യം വിഴിഞ്ഞത്തും വോട്ടാകുമെന്നാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. സർവശക്തിപുരം ബിനുവാണ് NDA സ്ഥാനാർത്ഥി. മാറി മാറി ഇവിടെ വന്നിട്ടുള്ള ഒരു കൗൺസിലറോ ഒരു മെമ്പർമാരോ ആരും ഒന്നും ഈ പ്രദേശത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ എന്നിൽ എല്ലാവരും ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. മുൻ കൗൺസിലറായ KH സുധീർ ഖാനാണ് UDF സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിസാൻ ഹുസൈൻ വിമതനായുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി വിജയമൂർത്തിയും മത്സര രംഗത്തുണ്ട്. 10 ബൂത്തുകളാണ് വിഴിഞ്ഞത്തുള്ളത്. 13,000-ലേറെ വോട്ടർമാർ. തീരദേശവും കാർഷിക മേഖലയും ഉൾപ്പെടുന്ന പ്രദേശം. ആര് വിജയിച്ചെത്തിയാലും നാടിന് വികസനവും സമാധാനവും വേണമെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായം. 3 മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ വിഴിഞ്ഞത്തിന് തൊട്ടടുത്തുള്ള വാർഡുകളിൽ കഴിഞ്ഞ തവണ പോലും സ്വതന്ത്രർ വിജയം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ആര് വീഴും ആര് വാഴുമെന്നുള്ളത് കണ്ടറിയണം. ക്യാമറമാൻ സിറിലിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നു, കാസർഗോഡ് കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പുകളിൽ സ്വകാര്യ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അധികാരികൾ ഇടപെടണമെന്ന്. തീർച്ചയായും അവിടെ അധികാരികൾ ജനങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കൊല്ലത്തേക്കാണ്. കൊല്ലം നഗരഹൃദയത്തിൽ കൂടി കടന്നുപോകുന്ന ദേശീയപാതയിൽ മരണക്കുഴികൾ രൂപപ്പെട്ടിട്ട് നാളേറെയായി. റോഡിൻ്റെ മധ്യഭാഗത്ത് ആഴമേറിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ട് കണ്ടില്ലെന്ന മട്ടിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ. പഴയ ദേശീയപാതയിൽ വെള്ളയിട്ടമ്പലം മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള പലയിടങ്ങളിലുമാണ് റോഡുകൾ തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞത്. ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിൽ അവരെ കാത്തിരിക്കുന്നത് അപകടം പതിയിരിക്കുന്ന കുഴികളാണ്. കൂടുതൽ ഈ ആല നിൽക്കുന്നുണ്ട്, ആലിൽ നിന്ന് വെള്ളം വീഴും. അപ്പോൾ ഈ അത് കണക്കാക്കിയുള്ള ടാറിങ് വേണം ഇവിടെ ചെയ്യേണ്ടത്. റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് 24 വാർത്തയെ തുടർന്ന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് കുഴികൾ അടച്ചിരുന്നു. പക്ഷേ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് റോഡ് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. റോഡിലെ കുഴികളിൽ വീണ് പരിക്കേറ്റ് കിടപ്പിലായവരുടെ എണ്ണത്തിനും ഇന്ന് കണക്കില്ല. ഇവിടെ ആണെങ്കിൽ വണ്ടിക്കകത്ത് 2-3 ആഴ്ച മുമ്പേ വണ്ടിക്കകത്തൂടെ ഒരു പെങ്കൊച്ചുകൂടെ വീണായിരുന്നു. അതിനു മുമ്പേ പാറക്കാല് പോയി തലയടിച്ച് ഒരു പെങ്കൊച്ചിന്റെ തല പൊട്ടി. KSRTC സൂപ്പർഫാസ്റ്റ് ഉൾപ്പെടെ കടന്നുപോകുന്ന വാഹനത്തിരക്കുള്ള പാതയിൽ വലിയ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റുന്നത് ഇന്ന് പതിവാണ്. അപകട സാധ്യത വർദ്ധിച്ചിട്ടും താൽക്കാലിക പരിഹാരം മാത്രമാണ് ഓരോ തവണയും അധികാരികൾ ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇടയ്ക്ക് പാച്ചുവർക്ക് ചെയ്യും, അത് വീണ്ടും പോകും. ഒരുപാട് പേര് ഉരുണ്ട് വീണിട്ടുണ്ട്, ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് ഇട്ടതാ, ഇളകി മഴ പെയ്യുന്ന ഇളകിപ്പോകും. റോഡ് പൂർണ്ണമായി റീടാർ നടത്തുന്നതിന് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടെന്നും അതിന്റെ നടപടി വൈകുന്നത് കൊണ്ടാണ് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ കുഴികൾ അടയ്ക്കുന്നതെന്നുമാണ് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം അധികൃതരുടെ മറുപടി. പൊതുജനം പരാതി പറഞ്ഞു മടുത്തു സാർ. ഇവർ ഇനി ആരോടാണ് പരാതി പറയേണ്ടത്? യാത്ര ചെയ്ത് നടുവൊടിഞ്ഞു, പലരുടെയും ജീവനും പൊലിഞ്ഞു. പക്ഷേ പരിഹാരം മാത്രം ഉണ്ടായില്ല. കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കാതിരിക്കുമ്പോൾ വലയുന്നത് പൊതുജനമാണ് സാർ. അത് കാണാതെ പോകരുത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം. ഓവർ ടു ഹാഷ്മി.